വായനയുടെ വസന്തമൊരുക്കി ഒരാഴ്ച നീണ്ട നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് പര്യവസാനം. വിദ്യാർത്ഥികൾക്ക് പത്രപുസ്തക വായനയ്ക്ക് ഗ്രേസ് മാർക്ക് നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. വിദ്യാർത്ഥികൾക്കിടയിൽ വായന പരിപോഷിപ്പിക്കുകയാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. സമാപന സമ്മേളനം ചലച്ചിത്ര താരം പ്രകാശ് രാജ് ഉദ്ഘാടനം ചെയ്തു. ഈ റിപ്പോർട്ടോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. അതിനുശേഷം പ്രവാസി വാർത്തകൾ കാണാം. പുസ്തകാസ്വാദകരുടെ മനം കവർന്നുകൊണ്ട് 7 ദിവസം നീണ്ടുനിന്ന മൂന്നാമത് നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് സമാപനം. ലോക പുസ്തക തലസ്ഥാനമായി തിരുവനന്തപുരത്തെ പരിഗണിക്കാൻ യുനെസ്കോയ്ക്ക് അപേക്ഷ നൽകുമെന്ന് സ്പീക്കർ എൻ ഷംസീർ. ലിറ്റററി ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് അഭിമാനകര കാര്യമാണ്. ഇതൊരു യുണീക്കായ ഫെസ്റ്റിവലാണ്. ഒരുപക്ഷെ അഭിമാനത്തോടെ ഞങ്ങൾ പറയുന്നു, ഇന്ത്യയിൽ ഒരു നിയമസഭയും നടത്താൻ സാധിക്കാത്ത ഒരു ബുക്ക് ഫെസ്റ്റിവൽ ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചു. അത് കൂട്ടായ്മയുടെ വിജയമാണ്. യുനെസ്കോയുടെ വേൾഡ് ബുക്ക് ക്യാപിറ്റലാക്കി തിരുവനന്തപുരത്തെ ഉൾപ്പെടുത്താൻ ആവശ്യമായ രീതിയിൽ ഇടപെടലുകൾ ഞങ്ങളുടെ ഭാഗത്ത് ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്ക് പുസ്തക വായനയ്ക്ക് ഗ്രേസ് മാർക്ക് നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പല വിഷയങ്ങൾക്കും ഗ്രേസ് മാർക്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിന് വേണ്ടി പത്രവായനയ്ക്കും പുസ്തക വായനയ്ക്കും ഗ്രേസ് മാർക്ക് കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഒരു നിയമനിർമ്മാണ സഭ വായനയുടെയും സ്വതന്ത്ര ചർച്ചകളുടെയും പ്രതിരോധത്തിന്റെയും ഭിന്നാഭിപ്രായങ്ങളുടെയും പ്രാധാന്യം മനസ്സിലാക്കി അതിന് വേദി ഒരുക്കുന്നത് പ്രതീക്ഷ നൽകുന്നുവെന്ന് നടൻ പ്രകാശ് രാജ്. In fact, all of them make joke of me that I'm adopted son of Kerala. Books everywhere in the legislative complex. People happily walking around, which is very, very touching to me. Especially in a country, we have a leader who has no degree. പുസ്തകോത്സവം 4ാം പതിപ്പിന്റെ ലോഗോ പ്രകാശനവും സമാപന സമ്മേളനത്തിൽ നടന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.